KSRTC ബസ്സുകളിലെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് പിന്നാലെ ഇടുക്കിയിലെ സ്വകാര്യ ബസ് സർവീസും പ്രതിസന്ധിയിലെന്ന് ഉടമകൾ. മലയോര മേഖലയിൽ സർവീസ് നടത്തുന്ന 800 ബസ്സുകളിൽ 400 നഷ്ടത്തിൽ. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ഫോം നൽകി സർവീസ് അവസാനിപ്പിക്കുമെന്നാണ് ഉടമകൾ പറയുന്നത്. അടിമാലി, മൂന്നാർ, മാങ്കുളം, ആനക്കുളം, രാജാക്കാട്, തൊടുപുഴ, ചേലച്ചൂട് എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് കടുത്ത പ്രതിസന്ധി നേരിടുന്നതെന്ന് ഉടമകൾ പറയുന്നു. ഗ്രാമീണ മേഖലകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സുകളുടെ വരുമാനം പകുതിയിലും താഴെയായി. അടിമാലിയിൽ നിന്ന് മാങ്കുളത്തേക്ക് സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ് ഓട്ടം നിർത്തി. അടിമാലി സെക്ടറിൽ ഓടുന്ന വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഗ്യാപ്പാണ് ഈ പ്രൈവറ്റ് വണ്ടികൾക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. 3 ആളോ 4 ആളോ വെച്ചിട്ടാണ് എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊന്നൊരു പരിഹാരം കാണണം. സർക്കാർ 50% ചെയ്തു വന്നു തന്നെ നല്ല കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും പ്രൈവറ്റ് വണ്ടി ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ടേക്കുന്ന ഒരു പ്രസ്ഥാനം നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തി ഞങ്ങളെ ഇതിൽ നിന്ന് കരകയറ്റണമെന്നാണ് വിനീതമായിട്ട് പറയാനുള്ളത്. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ സർവീസുകൾ നിർത്തുമെന്നാണ് ബസ് ഉടമകളുടെ പ്രഖ്യാപനം. എന്നാൽ ഗ്രാമീണ മേഖലയിലേക്കുള്ള സർവീസുകൾ നിർത്തിയാൽ ജനജീവിതത്തെ ബാധിക്കും. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.